ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഫോറക്സുമായി ബന്ധപ്പെട്ട SMCയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ വീഡിയോ ആണ്. ഫോറക്സുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഫോറക്സ് ട്രേഡിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ തീർച്ചയായും ആ വീഡിയോകളൊക്കെ കാണാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞത്, ആദ്യം നമ്മൾ പറഞ്ഞു പുൾ ബാക്കിനെ കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ വീഡിയോ പുൾ ബാക്ക് ആയിരുന്നു. പുൾ ബാക്ക് ഐഡൻറ്റിഫിക്കേഷൻ ആയിരുന്നു. എങ്ങനെയാണ് വാലിഡ് ആയിട്ടുള്ള പുൾ ബാക്ക് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അത് കാണും. ഇന്നത്തെ നമ്മൾ രണ്ടാമത്തെ വീഡിയോ FVG, ഫയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഇംബാലൻസ്, IMP എന്നൊക്കെ പറയുന്ന സംഭവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ചെറിയ ടോപ്പിക്കാണ്. ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ഫയർ വാല്യൂ ഗ്യാപ്പും അതുപോലെ തന്നെ ഒരു ഓർഡർ ബ്ലോക്കൊക്കെ ഐഡൻറ്റിഫൈ, അതിന് താഴെ ഒരു ഓർഡർ ബ്ലോക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും മാർക്കറ്റ് അവിടെ വന്നിട്ട് ആ ഓർഡർ ബ്ലോക്ക് ടച്ച് ചെയ്തിട്ട് നല്ല റിയാക്ഷൻ തന്ന് മുകളിലേക്ക് പോകാൻ ട്രെൻഡിങ് മാർക്കറ്റിൽ ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ ഓർഡർ ബ്ലോക്കിനെ കുറിച്ചും ഓർഡർ ഫ്ലോയിനെ കുറിച്ചും അതുപോലെ തന്നെ മറ്റ് വീഡിയോസൊക്കെ നമ്മൾ ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ടോപ്പിക്ക് FVG ഇംബാലൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. ഇതിൽ കാണിച്ച പോലെ തന്നെ ഫസ്റ്റ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും തമ്മിലുള്ള ഡിഫറൻസ്. ഫസ്റ്റ് ക്യാൻഡിലും അതുപോലെ തേർഡ് ക്യാൻഡിലും തമ്മിലുള്ള ഗ്യാപ്പിനെയാണ് ഫയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഇംബാലൻസ് എന്ന് പറയുന്നത്. ഒരു ബാലൻസ് ഇല്ലാതെ ജസ്റ്റ് ഭയങ്കരമായിട്ട് ഒരു ന്യൂസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ബുള്ളിഷ് ആണെങ്കിലും ബെയറിഷ് ആണെങ്കിലും ഒറ്റ ക്യാൻഡിലൊക്കെ മുകളിലേക്ക് പോകണതാണ് അല്ലേ. അപ്പോൾ ചാടിക്കയറി വാങ്ങാതെ അത് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും മാർക്കറ്റ് താഴേക്ക് വരും. എന്നിട്ട് അത് ടച്ച് ചെയ്തിട്ടായിരിക്കും മുകളിലേക്ക് പോകുന്നത്. അത് നിങ്ങൾ ചാർട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ ഇതാണ് വിചാരിക്കുക, അതുപോലെ തന്നെ സെക്കൻഡ് ക്യാൻഡിൽ തേർഡ്. അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിലും അതുപോലെ തേർഡ് ക്യാൻഡിലും തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ കണ്ടിട്ടുള്ള ഈ ഒരു ഇംബാലൻസ് ആണ്, ഈ ഒരു ഗ്യാപ്പാണ് ഇംബാലൻസ് അല്ലെങ്കിൽ FVG ഫയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ ഇപ്പോൾ ഇവിടെ കണ്ടില്ല ഈ ഒരു ഗ്യാപ്പ്. അപ്പോൾ ആ ഗ്യാപ്പുകൾ തമ്മിൽ നോക്കുക, ഫസ്റ്റും തേർഡും തമ്മിലുള്ള ഗ്യാപ്പ്. ചിലത് നമുക്ക് ഈ ഒരു വിക്കിൽ താഴെ വന്ന് വിക്ക് ടച്ച് ചെയ്തിട്ടായിരിക്കും മുകളിലേക്ക് പോകും. അപ്പോൾ അവിടെ FVG ഇല്ല, അല്ലെങ്കിൽ ഫയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ഇവിടെ ഒരു ക്യാൻഡിൽ, അതുപോലെ ഇങ്ങനത്തെ ക്യാൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ക്യാൻഡിലും തമ്മിലുള്ള ഡിഫറൻസ്, ഈ ഗ്യാപ്പാണ് ഫയർ വാല്യൂ ഗ്യാപ്പ്. അപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ എന്താവും, താഴെ വന്ന് ഈ ഗ്യാപ്പുകളെല്ലാം ഫില്ല് ചെയ്തിട്ട് മുകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ FVGയും അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഒരു ഓർഡർ ബ്ലോക്കുകൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓർഡർ ബ്ലോക്കിൽ ഒരു എൻട്രി ഇട്ട് കഴിഞ്ഞാൽ അത് വന്ന് ടച്ച് ചെയ്ത് അല്ലെങ്കിൽ അത് മിറ്റിഗേറ്റ് ചെയ്തിട്ട് മേലെ പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഫയർ വാല്യൂ ഗ്യാപ്പും അതുപോലെ ഇംബാലൻസും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആ ഭാഗത്ത് വരാറുണ്ട്. ഇത് മാത്രം മനസ്സിലാക്കുക, ഫസ്റ്റ് ക്യാൻഡിൽ ആൻഡ് തേർഡ് ക്യാൻഡിലും തമ്മിലുള്ളത്, സെക്കൻഡ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും തമ്മിലുള്ള ഗ്യാപ്പിനെയാണ് ഫയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഇംബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബുള്ളിഷ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ ഫസ്റ്റ് ക്യാൻഡിൽ ആൻഡ് തേർഡ് ക്യാൻഡിൽ തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടല്ലേ. ആ ഗ്യാപ്പ് പിന്നീട് മാർക്കറ്റ് താഴെ വന്നിട്ട് ആ ഗ്യാപ്പ് എടുത്തിട്ടാണ് മുകളിലോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് FVG മാത്രമായിട്ട് ഓർഡർ ബ്ലോക്കിൻ്റെ അടുത്തുള്ള FVG ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ പല സ്ട്രാറ്റജീസ് ഉണ്ട്. അതൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് തന്നെയാണ് FVG സ്ട്രാറ്റജിയും ഇംബാലൻസൊക്കെ. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് ക്യാൻഡിലുണ്ടോ, നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ ഈ ഒരു ഫില്ല് ചെയ്തിട്ടാണ് മുകളിലേക്ക് പോയിരിക്കുന്നത്. വീണ്ടും ഒരു FVG ഉണ്ടായിരുന്നു, അത് നെക്സ്റ്റ് ക്യാൻഡിലുകൊണ്ട് അത് ഫില്ല് ചെയ്തിട്ടാണ് മുകളിലേക്ക് പോയത്. അപ്പോൾ ആ രീതിയിൽ വരും. പിന്നത്തെ ഒരു പുൾ ബാക്കിന് എന്ത് ചെയ്തു, താഴെ ഉണ്ടായിരുന്ന FVG ക്ലിയർ ചെയ്തിട്ടാണ് മുകളിൽ പോയത്. അപ്പോൾ നിങ്ങൾ ഓരോന്നും നോക്കുക, നിങ്ങൾ ചാർട്ട് ട്രേഡിംഗ് വ്യൂവിൽ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു FVG ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു, അതെന്തായി നെക്സ്റ്റ് ക്യാൻഡിൽ ഫില്ല് ചെയ്ത് മുകളിലേക്ക് പോയി. വീണ്ടും അതുപോലെ നിങ്ങൾക്ക് ഓരോന്നും കാണാൻ പറ്റും. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും ഒരു ഗ്യാപ്പ്, ഫയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പ് എന്തായി, നെക്സ്റ്റ് ഒരു പുൾ ബാക്കിൽ ആ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് മുകളിലേക്ക് മാർക്കറ്റ് പോയി. പിന്നെ ഇവിടെ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ ആൻഡ് തേർഡ് ക്യാൻഡിലും തമ്മിലുള്ള ഗ്യാപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പ് മാർക്കറ്റ് എടുത്തിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഗ്യാപ്പുകളും എടുത്തു പോകും എന്നല്ല, എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റും അധികം ഗ്യാപ്പുകളൊക്കെ, അധികം FVGകളൊക്കെ എടുത്ത് ശേഷമായിരിക്കും അത് മെറ്റിഗേറ്റ് ചെയ്തിരിക്കും മുകളിലേക്ക് പോയിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ഫസ്റ്റ് ക്യാൻഡിൽ ആൻഡ് തേർഡ് ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ മെറ്റിഗേറ്റ് ചെയ്ത് മേലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും ഇവിടെ ഗ്യാപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ നെക്സ്റ്റ് ഇവിടെ ഒരു പുൾ ബാക്കിൽ ആ ഒരു ഗ്യാപ്പും അതുപോലെ ഇവിടെ ഓർഡർ ഫ്ലോ ഉണ്ടല്ലോ, ആ ഓർഡർ ഫ്ലോ ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുള്ളത്. ഓർഡർ ഫ്ലോ എന്താണെന്ന് നമുക്ക് വരും വീഡിയോകളിൽ പറയാം. ഓർഡർ ഫ്ലോ ഉണ്ട്, അതുപോലെ ഓർഡർ ബ്ലോക്ക് ഉണ്ട്.
അപ്പോൾ ഓർഡർ ബ്ലോക്കും ഓർഡർ ഫ്ലോയും നമ്മൾ നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് എൻട്രി സെറ്റപ്പുകളും പിന്നെ ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. അതും കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ സാധാരണയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻട്രികളൊക്കെ നോക്കാൻ പറ്റും. പിന്നീട് ഇവിടെ ഉണ്ടായിരുന്നു, അതുപോലെ ഇവിടെ അത് പിന്നീടുള്ള ഒരു കറക്ഷനിലാണ് അത് ഫില്ല് ചെയ്ത് പോയത്. അപ്പോൾ ആ രീതിയിലൊക്കെ ഉണ്ട്. എല്ലാ FVGകളും എടുത്ത് ക്ലിയർ ചെയ്തിട്ടാവില്ല പോകുന്നത്. എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വലിയ ക്യാൻഡിലുള്ള FVGകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അത് മിറ്റിഗേറ്റ് ചെയ്ത് മേലേക്ക് പോയത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ട്രേഡിംഗ് വ്യൂ എടുത്ത് നോക്കുക, നിങ്ങൾ ചാർട്ട് എടുത്ത് നോക്കുക. ഇതൊരു ബെയറിഷ് മാർക്കറ്റിലാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ആൻഡ് തേർഡ് ക്യാൻഡിലും തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ ഈ ഒരു ഡൗൺ ട്രെൻഡിലേക്കുള്ള മാർക്കറ്റിൽ അത് ഒരു പുൾ ബാക്ക് മുകളിലേക്ക് തന്നിട്ട് അത് എടുത്ത് പോയില്ലേ. അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയും ഫസ്റ്റ് ക്യാൻഡിൽ തേർഡ് ക്യാൻഡിലും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ അതെടുത്തിട്ട് താഴേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഓർഡർ ബ്ലോക്ക് ഇവിടെ ഉണ്ടെങ്കിൽ ആ ഓർഡർ ബ്ലോക്കിൽ കൂടിയും ടച്ച് ചെയ്തിട്ട് താഴേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു FVG നോക്കുകയാണെങ്കിൽ ഇവിടെയും അതുപോലെ തന്നെ ഫസ്റ്റ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ ടച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ഇംബാലൻസ് എടുത്തിട്ടാണ് താഴേക്ക് പോന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഓരോന്ന് നിങ്ങൾ ചാർട്ടിൽ നോക്കിയ ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു FVG എടുത്തിട്ടില്ല. അത് അങ്ങനെ എല്ലാ FVGകളും മിറ്റിഗേറ്റ് ചെയ്തിട്ട് താഴെ പോകുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും അധികം FVGകളും അല്ലെങ്കിൽ ഫയർ വാലി ഗ്യാപ്പും ഫില്ല് ചെയ്തിട്ടാണ് സാധാരണ മാർക്കറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഒന്ന് ടച്ച് ചെയ്തിട്ടെങ്കിലും മാർക്കറ്റ് താഴേക്ക് പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ട്രേഡിംഗ് വ്യൂ എടുക്കുക. ട്രേഡിംഗ് വ്യൂ എടുത്ത ശേഷം ചാർട്ട് എടുത്ത ശേഷം നിങ്ങൾ ഏത് ടൈം ഫ്രെയിമാണ് യൂസ് ചെയ്യുന്നത്, ഒരു ടൈം ഫ്രെയിം 15 മിനിറ്റോ അല്ലെങ്കിൽ 1 അവറോ 30 മിനിറ്റോ ഒക്കെ എടുത്ത് നോക്കുക. എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് നോക്കിയിട്ട് അത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ പുൾ ബാക്കും, ഇപ്പോൾ പുൾ ബാക്ക് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും, അതുപോലെ FVG മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഓർഡർ ബ്ലോക്ക് ഓർഡർ ഫ്ലോ ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോകളിൽ പരിചയപ്പെടാം. ഓക്കെ, താങ്ക്